Good afternoon, ma'am. Good afternoon, ma'am. Okay, നിങ്ങൾ പ്രേയറിനൊക്കെ റെഡിയാണോ? Yes, ma'am. ഞാൻ ശരിക്കും ക്ലാസ് എടുക്കാൻ വന്നതല്ല, ഒരു കാര്യം ജസ്റ്റ് ഒരു 5 minutes ഒന്ന് നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അശ്വതി മിസ് കയറുമ്പോൾ പ്രേയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. Okay, ma'am. എന്താ പറയുക, അതിനകത്ത് മതി. മിസ്സിന്റെ ക്ലാസ്സിലെ മിസ്സിന്റെ ക്ലാസ് ചെയ്താൽ മതി. ഞാൻ കയറിയത് വേറൊന്നുമല്ല, നമ്മളുടെ ഈസ് ഓഫ് പ്രോസസ്, അതായത് ക്ലാസ് നല്ല സ്മൂത്ത് ആയിട്ട് പോകാനും, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ എമർജൻസി ഇഷ്യൂസ് വരുമ്പോൾ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല അല്ലെ, പിന്നെ റെക്കോർഡ് ക്ലാസ് കാണാനും എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ബുദ്ധിമുട്ടോ സമയത്തിന്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അന്നന്ന് ക്ലാസ് നടക്കുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് പറയാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രൂപ്പ് അല്ലെ, പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലോ കുറെ പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്പറൊക്കെ ഷെയർ ചെയ്ത് അതായത് പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്റെ റിഫ്ലക്ഷൻസ് ആണ് കേട്ടോ പലതിലും കാണുന്നത്. കാരണം ഞാൻ പകല് കുറെ മണിക്കൂറുകൾ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാല് എനിക്ക് സോഷ്യലൈസേഷൻ വളരെ കുറവാണ്. കുറവ് മീൻസ് എനിക്ക് ക്ലാസ് എടുക്കുന്ന വീട്ടിലിരുന്നാണ്, പുറത്തേക്ക് പോകാറില്ല. ഇപ്പൊ നമ്മുടെ ഓഫീസിലെ ടീച്ചർമാരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ വന്നപ്പോ ഒന്ന് കയറിയതാണ്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോഷ്യലൈസ് ചെയ്യാതെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ശരിയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിറയെ ഫ്ലഡ് ഓഫ് മെസ്സേജസ് ആയിരിക്കും വരുന്നത്. നിറയെ മെസ്സേജ് വരുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ കുറച്ചു പേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാതെയോ അങ്ങനെയൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചോ നോട്ട്സിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ അതൊന്ന് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് സ്റ്റാർ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, കാരണം ഈ പകല് ജോലിക്ക് പോണവരൊക്കെ രാത്രി വന്നിട്ടായിരിക്കും ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുറേ പേഴ്സണൽ മെസ്സേജ് കാരണം ഈ മെസ്സേജ് കാണാൻ പറ്റാതെ വരും. അപ്പൊ അത് ലൈവായിട്ട് ആ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നവര് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സംസാരിക്കാൻ ആരെയും കിട്ടാതെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുമ്പോൾ, പുതിയൊരു പ്ലാറ്റ്ഫോം ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ സംസാരിച്ചു വരുന്നത്. നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമൊക്കെ ആവുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ അതിനെ പറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം തുടക്കത്തിലുള്ള ഒരു പേഴ്സണൽ മെസ്സേജുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ ഈ അഡാപ്റ്റേഷൻ എന്നൊരു സംഭവം പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്, അതുമായിട്ടൊന്ന് വെൽനസിന്റെ കാര്യത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മള് പൊരുത്തപ്പെടുക, നമ്മുടെ സിറ്റുവേഷൻസുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക. കുറച്ച് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ട കേസസ് വരുവാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും. പിന്നെ ക്ലാസ്സിൽ അന്നുള്ള കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നട്ടോ? കുഴപ്പമില്ലല്ലോ, ഒന്ന് മാനേജ് ചെയ്യുക, ആ ഗ്രൂപ്പിനെ ഒന്ന് മാനേജ് ചെയ്യുക. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ കാരണമാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ എന്നോട് ഓഫീസിൽ നിന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഉദ്ദേശം ഇതായിരുന്നു, ഇങ്ങനെ അവർക്ക് പഠിക്കാനും, കാരണം കുറെ പേർക്ക് ചില മെസ്സേജുകൾ കിട്ടാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്റെ നമ്പറും തന്നത്. കാരണം ചിലപ്പോൾ ഒട്ടും ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേ ക്ലാസ്സുമായിട്ട് കുറെ കണക്ഷൻസ് ഒക്കെ വിട്ടു പോകുമ്പോൾ അവർ പിന്നെ എന്നെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യും, ഭയങ്കരമായിട്ട് ചോദിക്കും എന്തൊക്കെയാണ് അതൊക്കെ. അല്ലെങ്കിൽ ക്ലാസ്സിലുള്ളപ്പോ ഞാൻ പറയും, ക്ലാസ്സിലുള്ള ഇന്ന വ്യക്തി ചിലപ്പോൾ നല്ല എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറായ കുറെ പേരുണ്ടാവുമല്ലോ, അപ്പൊ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് ആ ഗ്രൂപ്പ് ഒന്ന് അതിനനുസരിച്ച് ഒന്ന് മാനേജ് ചെയ്യുക. തമ്മിൽ വിഷമമൊന്നും വിചാരിക്കണ്ട. ഇങ്ങനെ കുറെ മെസ്സേജ് വരുമ്പോൾ ഇമ്പോർട്ടന്റ് മെസ്സേജ് ആയിട്ട് ഇടയിൽ നോക്കി പോകുമല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ ആ മെസ്സേജിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, പിൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ സ്റ്റാർ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ റീഷെയർ ചെയ്യുമോ, എന്തിനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ കാണാത്തവര് ചോദിക്കുക, കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യം എന്താന്ന് ചോദിക്കുമ്പോൾ അത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളവർ ഒന്നുകൂടെ ഒന്ന് റീപോസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആ ആൾക്ക് പേഴ്സണലി അയക്കുമോ. എന്താ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചു കംഫർട്ടബിൾ എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം കൂട്ടൊന്നും ഇല്ലാത്തവരാണ്, കൂട്ടുകൂടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ സംസാരിക്കാൻ വരുന്നത്. അത് ആ ഒരു സ്പിരിറ്റിൽ നിന്ന് എടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനോ ആരെയും ജഡ്ജ് ചെയ്യാനോ അല്ലായിരിക്കും. നമ്മളെപ്പോഴും ഓൾവേസ് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ, നമ്മളെ ജഡ്ജ് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് കണ്ടീഷൻഡ് ആവും, നമ്മൾക്ക് വളരാൻ അത് ഹെൽപ്പ് ചെയ്യും. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടില്ലേ, ശില്പോ നീയെ ശില്പി നീയെ, നമ്മളെ കൊത്തിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ അത് നമ്മളെ തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി നമ്മളെ തന്നെ നമ്മളൊന്ന് സ്ഫുടം ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ കയറുമായിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് വൈകി
വിളിക്കണ്ട, മെസ്സേജ് ഒന്ന് പാസ് ചെയ്യാൻ വിചാരിച്ചിട്ടാ. അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിൽ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് റിലേറ്റഡ് എന്തെങ്കിലും പറയാനുണ്ടോ? നോ പ്രോബ്ലം. ഇതിനുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, ഞാൻ ലീവ് ചെയ്തോട്ടെ. അശ്വതി മിസ് വരുമായിരിക്കും ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് തുടങ്ങുമ്പോ പ്രെയർ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ 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 മാം. ബൈ ബൈ. മിസ് പറഞ്ഞതേ, എന്റെ പേര് സ്മിതയാണ്, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. മിസ് പറഞ്ഞത് നമുക്ക് പരസ്പരം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പില് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാനാണ് പറഞ്ഞത്. അത് മാത്രമേ എന്താണ് ഈ പഠിപ്പിന്റെ കാര്യം മാത്രം അത് ചർച്ച ചെയ്താൽ